നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളിൽ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും, എന്നാൽ മേലധികാരികൾക്ക് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ തൃപ്തികരമല്ലാത്തത് കൊണ്ട് ഒരു വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്ന ജോലിയുടെ ഒരു അനന്തരമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലകളായിരിക്കാം, ചിരപരിചിതമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്തു തീർക്കുവാനോ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനോ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നതുമുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് അനുരഞ്ജന ശ്രമം അനുകൂലമാകും വിധത്തിൽ വിജയിക്കുന്നത് വഴി അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ കുറച്ചുകൂടി കാര്യഗൗരവത്തോടുകൂടിയും ദീർഘവീക്ഷണത്തോടുകൂടിയും പദ്ധതികൾ സമർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികളിലും അനുഭവജ്ഞാനമുള്ളവരും പറയുന്ന കാര്യങ്ങളുടെ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഏറ്റെടുക്കുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ കാര്യകാരണങ്ങളെല്ലാം അവരെ സമർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുമോ എന്ന ധാരണയൊന്നും ഇല്ലെങ്കിൽ പോലും പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശ യാത്രയ്ക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ വർഷം നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും സെപ്റ്റംബർ മാസത്തിൽ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം പണികളെല്ലാം ദ്രുതഗതിയിലാക്കുവാനും തീരുമാനിക്കും. സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിച്ചുകൊണ്ട് തൊഴിൽ ക്രമീകരിക്കാൻ തക്കവണ്ണമുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും തത്തുല്യമായിട്ടുള്ള സമാന ചിന്താഗതിയിലുള്ളവരുമായതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറാകുവാനും ഇടയുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ നിയന്ത്രണം നിർബന്ധമായിട്ടും വേണ്ടതുമാണ്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി ചിലതെല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിത നിലവാരം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ജോലിയുടെ ഭാഗമായിട്ട് വലിയ വാഹനം വാങ്ങിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനന്ത സാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളെ പറ്റിയിട്ട് വിശകലനം ചെയ്യുവാനും അതിനുവേണ്ടൊരു തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുബന്ധമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കാത്തത് വഴി വികസിത രാഷ്ട്രത്തിലെ ചില രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുവാനും മറ്റ് രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് ശ്രമിക്കുക അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പഠിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ചിലർക്ക് സന്ധിവേദനയായിരിക്കാം, മറ്റു ചിലർക്ക് നീർക്കെട്ടായിരിക്കാം, വേറെ ചിലർക്ക് വയറിൻ്റെ അസുഖമായിരിക്കാം. എന്തായാലും വിദഗ്ധമായുള്ള പരിശോധനകളിൽ മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നറിയുകയും ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടാണ് ഈ അസുഖങ്ങളുടെ കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം പ്രകൃതി ഭക്ഷണ രീതികൾ അവലംബിക്കുവാനും വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും തീരുമാനിക്കും. ബന്ധുമിത്രാദികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ, അതായത് രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. സർവർക്കും സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കും. നീതിയുക്തമായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ട് സംസർഗത്തിലേർപ്പെടുവാനും
ആധുനിക കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും അവസരമുണ്ടാകും. എന്നാൽ കൃഷി വകുപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ഓർമ്മശക്തി കുറവുണ്ടോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുന്ന പക്ഷം എല്ലാം എഴുതി വെച്ചുകൊണ്ട് ചെയ്യുന്നതിനാൽ എല്ലാം ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതുമാണ്. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ വന്നു പോകുവാനുള്ള അവസരം വന്നു ചേരും. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. ഓണക്കാലത്തിനോടനുബന്ധമായി ബന്ധുമിത്രാദികളോടൊപ്പമോ സഹപ്രവർത്തകരോടൊപ്പമോ വിനോദയാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഉത്സാഹത്തോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും ദീർഘവീക്ഷണത്തോടുകൂടിയും കാര്യങ്ങളെല്ലാം അനുവർത്തിക്കാൻ അവസരം വന്നു ചേരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് വിദ്യാരംഭ ചടങ്ങിനോട് അനുബന്ധമായിട്ട് തുടക്കം കുറിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിന് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനോ വേണ്ടപ്പെട്ട ഒരു ഗുരുനാഥന്മാരെ കാണുവാനോ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളായതുകൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മാത്രമേ അതിനുവേണ്ടി പ്രവർത്തിക്കാവൂ. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുന്നത് വഴി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള പല കരാർ ജോലികളും ഏറ്റെടുക്കുവാനുള്ള അവസരം വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും പ്രാരംഭത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന ഒരു ഉൾഭീതി ഉണ്ടെങ്കിൽ പോലും എല്ലാം കൃത്യമാക്കി ചെയ്തു തീർക്കുവാനുള്ള അവസരം അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും വന്നു ചേരുവാനും യോഗമുണ്ട്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃത്തിക്ക് യോഗമുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം ഓണം ആഘോഷിക്കുവാനായിട്ട് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള തയ്യാറെടുപ്പിന് യോഗമുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 2-3 മാസമായിട്ട് പുതിയതായിട്ടുള്ള പല ആശയങ്ങളും വന്നു ചേരുകയും അതിൻ്റെ വരുംവരായികളെ പറ്റി ചിന്തിച്ച് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കുന്ന പക്ഷം സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. പുതിയ കരാർ ജോലിയിൽ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി സമാധാനത്തിന് യോഗം കാണുന്നു. ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ സാധ്യത കാണുന്നുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് ഒരുപക്ഷെ ബന്ധുക്കളെ കൊണ്ടുപോവുക എന്ന സങ്കല്പത്തോടു കൂടിയായിരിക്കാം. അതിനുള്ളൊരവസരം അതിനുവേണ്ടി തയ്യാറെടുക്കുവാനും യോഗമുണ്ട്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നത് വഴി കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കൂട്ടുകെട്ടുകളിൽ നിന്നും അബദ്ധമുണ്ടാകുമോ എന്ന ധാരണയോടുകൂടി തന്നെ മക്കൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാനായിട്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗൃഹത്തിൽ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റു ചിലർക്ക് വിമ്മിഷ്ടം, വേറെ ചിലർക്ക് അസുഖങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള സ്വസ്ഥതക്കേടുകൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്.
സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താലും ആത്മവിശ്വാസത്താലും പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. ഇതര ഭാഷാ പഠനത്തിന്, അതായത് വിദേശ ഭാഷാ പഠനത്തിന് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സമത്വ ഭാവനയോടുകൂടിയതായിട്ടുള്ള ചിന്തകൾ, ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെയും അച്ഛനമ്മമാരുടെയും സംരക്ഷണം വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുക മാത്രമല്ല, എല്ലാത്തിലും ഒരു സമത്വം ഉള്ള രീതിയിലുള്ള സമീപനം ഉണ്ടാകുന്നത് വഴി മനസ്സിലുദ്ദേശിക്കുന്ന പല വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതിലുപരി അനുഗ്രഹാശസ്സുകളും വന്നു ചേരുവാൻ ഇടയുണ്ട്. അതുല്യ പ്രതിഭകളുടെ ഒപ്പം ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടുന്നത് വഴി പലവിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കാൻ സാധിക്കുന്നത് വഴി ഒരുപക്ഷെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ, പ്രത്യേകിച്ച് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി സ്വല്പം പണച്ചെലവ് ഉണ്ടാകുമെങ്കിൽ പോലും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പുതിയ കർമ്മ പദ്ധതികൾക്ക് വിഭാവനം ചെയ്യുവാനും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനും അവസരം വന്നു ചേരും. വിശ്വാസയോഗ്യമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നു. ജീവിതശൈലി രോഗങ്ങൾക്ക് ഭക്ഷണ ക്രമീകരണവും വ്യായാമവും പരിശീലിക്കുവാനും അത് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും തീരുമാനിക്കും. നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ഒരു മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാനുള്ള അവസരം കഴിഞ്ഞ 2 മാസമായിട്ട് വന്നു ചേരുകയും ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് എല്ലാം കൃത്യമായിട്ടുള്ള ചെയ്തു തീർക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ മറ്റൊരു വിഭാഗത്തിൻ്റെ, തൃപ്തികരമായിട്ടുള്ള വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. സാമൂഹ്യ സേവനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. സഹപ്രവർത്തകരുടെ ആവശ്യങ്ങൾക്കുമായിട്ടും, അതായത് സ്വകാര്യ ആവശ്യങ്ങൾക്കുമായിട്ടും യാത്രകൾ വേണ്ടി വരുവാനും ഈ ഒരു ജൂലൈ മാസത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് വേണ്ടി വരുവാൻ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.